ഹലോ എവ്രിവൺ, വെൽക്കം ടു അവർ ചാനൽ മിസ് കൊമേഴ്സ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്താണ് ബോണ്ടിൻ്റെ ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയിട്ട് കാണാം കേട്ടോ. പ്ലേലിസ്റ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഞാൻ കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവർ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇൻ്റർനാഷണൽ ബോണ്ട്സുകളാണ്, കാറ്റഗറീസ് ഓഫ് ഇൻ്റർനാഷണൽ ബോണ്ട്സാണ്. ഇപ്പോൾ വീഡിയോയ്ക്ക് കിടക്കണ മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണേ, പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് മനസ്സിലായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കാറ്റഗറീസ് ഓഫ് ഇൻ്റർനാഷണൽ ബോണ്ട്സുകളാണ്. അതിൽ ഫസ്റ്റ് വന്നിട്ട് ഡൊമസ്റ്റിക് ബോണ്ട്സ്, രണ്ടാമത്തത് യൂറോ ബോണ്ട്സ് ആൻഡ് തേർഡ് വൺ ഫോറിൻ ബോണ്ട്സ്. ഓക്കെ, അതിൽ ഡൊമസ്റ്റിക് ബോണ്ട്സ് എന്ന് പറയുമ്പോൾ ദ മാർക്കറ്റ് ഫോർ ഡൊമസ്റ്റിക് ബോണ്ട് ഈസ് എ പാർട്ട് ഓഫ് ദ ഇൻ്റർനാഷണൽ ബോണ്ട് മാർക്കറ്റ്. ഇൻ്റർനാഷണൽ ബോണ്ട് മാർക്കറ്റിൻ്റെ ഒരു പാർട്ടാണ് നമ്മുടെ ഡൊമസ്റ്റിക് ബോണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് ബോണ്ട്സ് ആർ ബോട്ട് ഔട്ട് ഓൺ എ ലോക്കൽ ബേസിസ് ആൻഡ് ഡൊമസ്റ്റിക് ബോറോവേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഇഷ്യൂയിങ് ദ ലോക്കൽ ബോണ്ട്സ്. ഡൊമസ്റ്റിക് ബോണ്ട്സ് എന്ന് പറയുന്നത് ഒരു ലോക്കൽ ബേസിസിൽ ബോട്ട് ചെയ്യുന്നതാണ്. അതുമാതിരി ഡൊമസ്റ്റിക് ബോറോവേഴ്സാണ് ലോക്കൽ ബോണ്ട്സുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതായത് ഡൊമസ്റ്റിക് ബോണ്ട്സ് പറഞ്ഞാൽ ആ ഡൊമസ്റ്റിക് കൺട്രിയിൽ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്സുകളെയാണ് പറയുന്നത്. ബോണ്ട് ഇഷ്യൂഡ് ആൻഡ് ട്രേഡഡ് വിത്തിൻ ദ ഇൻറ്റേർണൽ മാർക്കറ്റ് ഓഫ് എ കൺട്രി ആൻഡ് ഡിനോമിനേറ്റഡ് ഇൻ ദ കറൻസി ഓഫ് ദാറ്റ് കൺട്രി. ആ ഒരു ഇൻറ്റേർണൽ മാർക്കറ്റ്, ഡൊമസ്റ്റിക് ഇൻറ്റേർണൽ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്നതും ട്രേഡ് ചെയ്യുന്ന ബോണ്ട്സിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് ബോണ്ട്സ് എന്ന് പറയുന്നത്. അതുമാതിരി ആ ഒരു കൺട്രിയിലെ കറൻസിയിലാണ് അത് ഡിനോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത് യൂറോ ബോണ്ട്സ്. യൂറോ ബോണ്ട്സ് ആർ അണ്ടർ റിട്ടൺ ബൈ ദ ഇൻ്റർനാഷണൽ കമ്പനി യൂസിങ് ഡൊമസ്റ്റിക് കറൻസി ആൻഡ് ദെൻ ട്രേഡഡ് ഔട്ട്സൈഡ് ഓഫ് ദ കൺട്രീസ് ഡൊമസ്റ്റിക് മാർക്കറ്റ്. യൂറോ ബോണ്ട്സ് ആർ നോട്ട് സോൾഡ് ഇൻ എനി സ്പെസിഫിക് നാഷണൽ ബോണ്ട് മാർക്കറ്റ്. ഓക്കെ, യൂറോ ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അത് യൂറോ ബോണ്ട് എന്ന് പറയുന്ന സമയത്ത് അതൊരു ഡെപ്റ്റ് സെക്യൂരിറ്റി ആണ്, ഇഷ്യൂഡ് ഇൻ വൺ കൺട്രി ദാറ്റ് പേയ്സ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ ഇൻ എ കൺട്രി അതർ ദാൻ ദ ഇഷ്യൂഡ് ഹോം കൺട്രി കേട്ടോ. അതായത് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോ ബോണ്ട് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് ഇഷ്യൂ നടത്തുന്നത് അതുമാതിരി പ്രിൻസിപ്പൽ പേയ്മെൻറ്റും അതുമാതിരി ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും ആ രാജ്യത്ത്, അതായത് ഏത് രാജ്യത്താണോ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇഷ്യൂ നടത്തുന്നതെങ്കിൽ ആ രാജ്യത്ത് പേയ്മെൻറ്റ്, ആ കറൻസിയിൽ നമ്മൾ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും പേയ്മെൻറ്റ് നടത്തുന്നതിനാണ് യൂറോ ബോണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. യൂറോ ബോണ്ട്സ് എന്ന് പറയുന്നത് യൂറോ ബോണ്ട്, അതായത് ആ രാജ്യത്തെല്ലാം ഏത് രാജ്യത്ത് ഡൊമസ്റ്റിക് കൺട്രിയിലാണോ നമ്മൾ ഇഷ്യൂ നടത്തുന്നത് അതിൽ തന്നെ ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ പേയ്മെൻറ്റും നടത്തുന്നതിനെ യൂറോ ബോണ്ട്സ് എന്ന് പറയുന്നുണ്ട്. ഇനി ഫോറിൻ ബോണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോറിൻ ബോണ്ട്സ് ആർ ഇഷ്യൂഡ് ഇൻ ഡൊമസ്റ്റിക് കൺട്രി ബൈ എ ഫോറിൻ കമ്പനി. ഒരു ഫോറിൻ കമ്പനി ഒരു ഡൊമസ്റ്റിക് കൺട്രിയിൽ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് അങ്ങനെ പറയുന്നത് ഫോറിൻ ബോണ്ട്സുകൾ. അതിലെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് എ ബോണ്ട് വേർ ഫോറിൻ കമ്പനി ഇഷ്യൂസ് ബോണ്ട് ഡിനോമിനേറ്റഡ് ഇൻ എ കറൻസി ഡിനോമിനേഷൻ ഓഫ് ദ ഫോറിൻ കറൻസി. അതായത് ഏത് രാജ്യത്താണോ ഇഷ്യൂ നടത്തുന്നത് ആ രാജ്യത്തെ കറൻസിയിലാണ് അത് ഇഷ്യൂ നടത്തുന്നത്. ഈ 3 ഇൻ്റർനാഷണൽ ബോണ്ട്സുകളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ദ ബെനിഫിറ്റ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ ബോണ്ട്സ്. ബോണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴുള്ള ബെനിഫിറ്റ്സുകൾ എന്താ? ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻകം പ്രഡിക്റ്റബിലിറ്റി. ഹൈ ക്വാളിറ്റി ബോണ്ട് ക്യാൻ ബി പ്രൊവൈഡ് പ്രഡിക്റ്റബിൾ ഇൻകം വിത്ത് മിനിമം റിസ്ക് ടു ദ മണി ഇൻവെസ്റ്റഡ്. അതായത് ഹൈ ക്വാളിറ്റി ബോണ്ട്സുകൾ എന്താണ്? ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇൻകം പ്രൊവൈഡ് ചെയ്യുന്നു. അതുമാതിരി ഇൻവെസ്റ്റഡ് മണിക്ക് എന്താ? ഒരു മിനിമം റിസ്ക് ആണ് ഉണ്ടാവുന്നത്. ദിസ് ഗ്യാരണ്ടി സ്പെസിഫിക് സ്റ്റഡി ലെവൽ ഓഫ് ഇൻകം ടു ദി ഇൻവെസ്റ്റർ ഫ്രം ഹിസ് പോർട്ട്ഫോളിയോ. അതായത് അയാളുടെ പോർട്ട്ഫോളിയോ, ആരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, ഇപ്പോൾ ഞാനോ നിങ്ങളോ ആരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് വെച്ചാൽ നമുക്ക് എന്താണ്? നമുക്കൊരു സ്റ്റഡി ലെവൽ ഓഫ് ഇൻകം നമുക്ക് ഇതിന്ന് കിട്ടുന്നു, ബോണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിലൂടെ കിട്ടുന്നു എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തത് സേഫ്റ്റി. ബോണ്ട് provide not only regular income but also safety to the investment. Depending on their quality, bond can offer high degree of certainty that the interest and the principal repayment will be received in full if the bond is held to maturity.
അതായത് ബോണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് റെഗുലർ ഇൻകത്തിനോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് സേഫ്റ്റിയും കൂടി കിട്ടുന്നുണ്ട്. അതുമാതിരി ഹൈ ക്വാളിറ്റി ബോണ്ട്സുകളാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് മെച്യൂരിറ്റി പീരീഡിൽ റീപേയ്മെൻ്റ് ആയിട്ട് കിട്ടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ഇൻട്രസ്റ്റും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഇൻട്രസ്റ്റ് നമ്മൾ ആനുവലി സെമി ആനുവലൊക്കെ ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടെ നമുക്ക് സേഫ്റ്റിയും അതായത് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനുള്ള സേഫ്റ്റിയും കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് റീപേയ്മെൻ്റ് ആയിട്ട് പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂടിയും കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് ഡൈവേഴ്സിഫിക്കേഷൻ മീൻസ് കീപ്പിംഗ് എ മിക്സ് ഓഫ് ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസ് ഇൻ ഇൻവെസ്റ്റേഴ്സ് പോർട്ട്ഫോളിയോ. അതായത് ഇൻവെസ്റ്ററിൻ്റെ പോർട്ട്ഫോളിയോയിൽ ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസുകളുടെ ഒരു മിക്സ് വെക്കുന്നു. അതിനാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് കേട്ടോ. ദിസ് ഈസ് എ വേ ടു റെഡ്യൂസസ് പോർട്ട്ഫോളിയോ റിസ്ക്. അതായത് പോർട്ട്ഫോളിയോ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേ ആണ്. ഈവൻ ഇഫ് വൺ ക്ലാസ് ഓഫ് സെക്യൂരിറ്റി ഡിക്ലൈൻ ഇൻ വാല്യൂ ദർ ഈസ് സ്റ്റിൽ ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ആൻ ഇൻക്രീസ് ഇൻ വൺ ഓർ മോർ ഓഫ് ദ അതർ സെക്യൂരിറ്റി ക്ലാസ്സസ്. അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ സെക്യൂരിറ്റീസിലെ വാല്യൂസിൽ എന്തെങ്കിലും ഡിക്ലൈൻ സംഭവിക്കുകയാണെങ്കിൽ മറ്റുള്ള സെക്യൂരിറ്റീസ് ഉണ്ടല്ലോ, സെക്യൂരിറ്റി ക്ലാസ്സസിലൂടെ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ്, വാല്യൂ കിട്ടാനുള്ള ഒരു ഇൻക്രീസ് ആവാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അതിലുണ്ടായിരിക്കും. അതായത് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ ഒന്നിൽ സംഭവിക്കാവുന്ന റിസ്ക് മറ്റുള്ള സെക്യൂരിറ്റീസിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ചോയ്സസ്. എ വൈഡ് റേഞ്ച് ഓഫ് ബോണ്ട് ഇഷ്യൂയേഴ്സ് വിത്ത് എ വെറൈറ്റി ഓഫ് കൂപ്പൺ റേറ്റ് ആൻഡ് മെച്യൂരിറ്റി ഡേറ്റ് ആർ അവൈലബിൾ ഫോർ ഇൻവെസ്റ്റേഴ്സ് ടു ചൂസ് ഫ്രം. അതായത് ഇൻവെസ്റ്റേഴ്സിന് വ്യത്യസ്ത തരത്തിലുള്ള കൂപ്പൺ റേറ്റ് മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ടുള്ള ബോണ്ട്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ചോയ്സ്, അതായത് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നു. This allows them to find a bond with income that match their income needs while complementing other portfolio holding. അതായത് അവരുടെ ഇൻകം മാച്ച് ചെയ്യുന്നത്, ഒരാൾക്ക് ഇപ്പോൾ ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഇത്ര ഇൻകത്തിൽ വെച്ചിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, ഇത്ര ഇൻകത്തിൽ അയാളുടെ കയ്യിൽ ഇത്ര ഇൻകം വെച്ചാൽ ആ ഒരു ഇൻകത്തിന് വെച്ചിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് വെച്ചാൽ അയാളുടെ ഇൻകം നീഡ്സിനനുസരിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും അതുമാതിരി അതിൻ്റെ ഇൻട്രസ്റ്റും ഏത് രീതിക്കാൻ വേണ്ടി വെച്ചാൽ ഇതിനനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനൊക്കെ ഉള്ള ഒരു ചോയ്സ് അവൈലബിൾ ആണ്. അതാണ് പറയണത്. അപ്പോൾ മൊത്തം 4 ബെനിഫിറ്റാണ്. ഒന്നാമത്തത് ഇൻകം പ്രഡിക്റ്റബിലിറ്റി, രണ്ടാമത്തത് സേഫ്റ്റി, മൂന്നാമത്തത് ഡൈവേഴ്സിഫിക്കേഷൻ, നാലാമത്തത് ചോയ്സ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ബോണ്ടിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ബോണ്ട് ആർ സ്യൂട്ടബിൾ ടു ദോസ് ഇൻവെസ്റ്റേഴ്സ് ഹു ആർ റിസ്ക് അവേഴ്സ് ആൻഡ് എക്സ്പെക്റ്റഡ് എ ഫിക്സഡ് ഇൻകം റെഗുലർലി. അതായത് ബോണ്ട് എന്ന് പറയുമ്പോൾ ഏത് ഇൻവെസ്റ്റേഴ്സിനാണ് സ്യൂട്ടബിൾ ആകുന്നത്? റിസ്ക് എവേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനും അതുമാതിരി ഒരു ഫിക്സഡ് ഇൻകം റെഗുലർലി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. ബോണ്ട് ആർ യൂസ്ഫുൾ ടു റിഡ്യൂസസ് റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബോണ്ട് യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. മൂന്നാമത്തേത് ബോണ്ട് റിഡ്യൂസസ് ടോട്ടൽ റിസ്ക് ഓഫ് എ പോർട്ട്ഫോളിയോ ഡ്യൂ ടു ദ ലോ കോറിലേഷൻ ബിറ്റ്വീൻ ദ പ്രൈസസ് ഓഫ് അതർ സെക്യൂരിറ്റീസ്. അതായത് ലോ കോറിലേഷൻ ബിറ്റ്വീൻ അതർ സെക്യൂരിറ്റീസ്, മറ്റുള്ള സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിൻ്റെ ലോ കോറിലേഷൻ കാരണം പോർട്ട്ഫോളിയോ റിസ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു. പിന്നെ അടുത്തത് നാലാമത്തെ പോയിൻറ്റ്, ഇൻവെസ്റ്റേഴ്സ് ക്യാൻ മേക്ക് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ദ ബോണ്ട് പ്രൈസ് മൂവ് ഇഫ് ദേ ലേൺ ഇറ്റ്. അതായത് ഇൻവെസ്റ്ററിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതായത് പ്രൈസ് മൂവ്മെൻറ്റ് പഠിച്ച ഒരു ഇൻവെസ്റ്ററിന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. അതായത് പ്രൈസ് മൂവ് ചെയ്യുന്നതൊക്കെ എല്ലാം പഠിച്ചിട്ടുള്ള ഒരാൾക്ക്, അതായത് ആ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഇത് ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തേണ്ടത്, എങ്ങനെ നടത്തണം, അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എളുപ്പമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 4 അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വാല്യുവേഷൻ ഓഫ് ബോണ്ട് വാല്യുവേഷൻ എന്ന് പറയുമ്പോൾ ബോണ്ട് വാല്യുവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ പ്രൈസ് ഓഫ് എ ബോണ്ടിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ബോണ്ട് വാല്യുവേഷൻ. ഇനി ബോണ്ട് വാല്യുവേഷൻ നടത്താനുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇനി ബോണ്ട് ഈൽഡ് എന്ന് പറയുമ്പോൾ ബോണ്ട് ഈൽഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. അതിൽ ഫസ്റ്റ് വേ ആണ് കൂപ്പൺ റേറ്റ് അല്ലെങ്കിൽ നോമിനൽ ഈൽഡ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂപ്പൺ റേറ്റ് ദ കൂപ്പൺ റേറ്റ് ഈസ് സിംപ്ലി ഇൻട്രസ്റ്റ് റേറ്റ് ദാറ്റ് എവറി ഡിബഞ്ചർ ഓർ ബോണ്ട് ക്യാരീസ് ഓൺ ഇറ്റ്സ് ഫേസ് വാല്യൂ ആൻഡ് ഇറ്റ്സ് ഫിക്സഡ് ടൈം അറ്റ് ദ
ഫിക്സഡ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ. അതായത് ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ എന്താണ് കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. അത് ഫേസ് വാല്യൂവിൻ്റെ സമയത്ത് എന്താണ് നമ്മൾ ഫേസ് വാല്യൂവിൽ നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അത് ബോണ്ട് ഇഷ്യൂ നടത്തുന്ന സമയത്ത് തന്നെ നമ്മൾ എന്താണ് അത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഓൾറെഡി പറഞ്ഞു. ദിസ് ഈസ് ദ നോമിനൽ റേറ്റ് ഫിക്സഡ് ആൻഡ് പ്രിൻറ്റഡ് ഓൺ എ ബോണ്ട് സർട്ടിഫിക്കറ്റ്. അതൊരു നോമിനൽ റേറ്റ് ആണ്. അത് ഫിക്സഡും പ്രിൻറ്റഡ് ചെയ്തിട്ടുണ്ടാണ്. ബോണ്ട് സർട്ടിഫിക്കറ്റിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളതും പ്രിൻറ്റ് ചെയ്തതുമായിട്ടുള്ള നോമിനൽ റേറ്റിനെയാണ് കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കൂപ്പൺ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ C/F ആണ്. C/F ആണ് നമ്മുടെ കൂപ്പൺ റേറ്റിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി കറൻറ്റ് ഈൽഡ് കണ്ടുപിടിക്കാം. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ബോണ്ട് മേ ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് ഫേസ് വാല്യൂ. അതായത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഫേസ് വാല്യൂവിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കാം. ഇറ്റ് മേ ബി ട്രേഡഡ് അറ്റ് എ ഹയർ ഓർ ലോയർ ദൻ ദ ഫേസ് വാല്യൂ. അതായത് ഫേസ് വാല്യൂവിൽ നിന്നും നമ്മൾ ലോയറിലോ ഹയറിലോ ആയിരിക്കും അത് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ദ കറൻറ്റ് ഈൽഡ് ഈസ് സിംപ്ലി ദ കൂപ്പൺ പേയ്മെൻറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ട്. കൂപ്പൺ ഈൽഡ് എന്ന് പറയുമ്പോൾ എന്താണ്? കൂപ്പൺ പേയ്മെൻറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ട്. അതായത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ടിൻ്റെ പെർസെൻറ്റേജ് കൂപ്പൺ പേയ്മെൻറ്റ് ആണ് നമ്മുടെ കറണ്ട് ഈൽഡ് എന്ന് പറയുന്നത്. ഇനി കറണ്ട് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. കറണ്ട് ഈൽഡ് ഈസ് ഇക്വൽ ടു C/P0 ഇൻറ്റു 100. ഇതിൽ C എന്ന് പറയുന്നത് എന്താണ്? ആനുവൽ ഇൻട്രസ്റ്റ് റിസീവബിൾ ഫ്രം ബോണ്ട്. ബോണ്ടിൽ നിന്നും നമുക്ക് ആനുവലായിട്ടുള്ള റിസീവ് ചെയ്യുന്ന ഇൻട്രസ്റ്റ്, അതാണ് നമ്മുടെ കൂപ്പൺ. അതായത് C. P0 ഈസ് ഇക്വൽ ടു കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ബോണ്ട്. അതായത് ബോണ്ടിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിനെയാണ് നമ്മൾ P0 എന്ന് പറയുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാട്ടോ. ആൻ ഇൻവെസ്റ്റർ ബൈസ് 10% rupees 100 debentures of ABC company at rupees 90. കാൽക്കുലേറ്റ് കറണ്ട് ഈൽഡ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ഇതിൽ നമ്മളെന്താ ഇൻവെസ്റ്റർ 10% 100 രൂപയുടെ ഡിബഞ്ചർ കമ്പനിയിൽ നിന്ന് വാങ്ങിയത് 90 രൂപയ്ക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ ഇതിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 90 ആണ്. ഇൻട്രസ്റ്റ് അതായത് കൂപ്പൺ എത്രയാണ്? 100 ഡിബഞ്ചർ 10%. അപ്പോൾ 100ൻ്റെ 10% എന്ന് പറയുമ്പോൾ 10 ആണ്. അപ്പോൾ C എന്ന് പറയുന്നത് ഇവിടെ 10ഉം അതുമാതിരി P0 എന്ന് പറയുന്നത് എത്രയാണ്? 90 ആണ്. അപ്പോൾ 10/90 ഇൻറ്റു 100 ഈസ് ഇക്വൽ ടു 11.11% പെർ ആനം അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കൗണ്ട് ഇഫ് ദ ബോണ്ട് ഈസ് സെല്ലിങ് അറ്റ് എ ഡിസ്കൗണ്ട്. അതായത് ബോണ്ട് നമ്മളെന്താ ഇവിടെ ഡിസ്കൗണ്ടിലല്ലേ സെല്ല് ചെയ്യുന്നത്. അതായത് 100 രൂപയുടെ ഡിബഞ്ചർ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 90 ആണ്. അപ്പോൾ ഡിസ്കൗണ്ടിലാണ് ചെയ്യുന്നത്. കറണ്ട് ഈൽഡ് വിൽ ബി ഹയർ ദൻ ദ കൂപ്പൺ റേറ്റ്. കറണ്ട് ഈൽഡ് എന്താണ്? കൂപ്പൺ റേറ്റിനെക്കാട്ടിലും കൂടുതലാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫേസ് വാല്യൂ ഓഫ് എ ബോണ്ട് ഈസ് 100 വിത്ത് കൂപ്പൺ റേറ്റ് ഓഫ് 9%. അതായത് ഇവിടെ കൂപ്പൺ റേറ്റ് പറഞ്ഞത് 9% ആണ്. 100 രൂപയുടെയാണ് ബോണ്ട്. അപ്പോൾ എത്രയാണ്? 100 രൂപയുടെ 99% എന്ന് പറയുമ്പോൾ നമ്മുടെ C എന്ന് പറയുന്നത് 9 ആണ്. ആൻഡ് ദ പ്രസൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ബോണ്ട് ഈസ് ₹90. അപ്പോൾ 9/90 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 10% ആണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ബോണ്ട് ഓഫ് എ ഫേസ് വാല്യൂ എത്രയാണ്? 100 ആൻഡ് ദ കൂപ്പൺ റേറ്റ് ഈസ് 12%. അപ്പോൾ 100ൻ്റെ 12% എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ കൂപ്പൺ ഈസ് ഈക്വൽ ടു 12 ആണ്. ആൻഡ് ഈസ് സെല്ലിംഗ് ഫോർ 800 rupees. അതായത് മാർക്കറ്റ് പ്രൈസ് P0 ഈസ് ഈക്വൽ ടു 800. വാട്ട് ഈസ് ദ കറണ്ട് ഈൽഡ് ഓഫ് ദ ബോണ്ട്? എത്രയായിരിക്കും? 12 ഡിവൈഡഡ് ബൈ 800 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 1.5 ആണ് ഇവിടെ വരുന്ന നമ്മുടെ കറണ്ട് ഈൽഡ് ഓഫ് ബോണ്ട് അല്ലേ. ഇത്രയാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളൂ കേട്ടോ. ഇത് വലിയ ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് നമ്മുടെ സബ് പോയിൻ്റൊക്കെ ആയിട്ട് വരാം. അപ്പോൾ നോക്കുക, സിമ്പിളാണ്. നമുക്ക് അതായത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും കൂപ്പൺ റേറ്റും തന്നിട്ടുണ്ടായിരിക്കും, മാർക്കറ്റ് പ്രൈസും തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഈൽഡ് ടു മെച്യൂരിറ്റി ആണ്. അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് ലെങ്തി ചെയ്യാനുണ്ട്, അതുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചെയ്യുക, അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മനസ്സിലായി യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.